പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ ഏറ്റവും സ്നേഹമത്സരങ്ങളുടെ പരിശുദ്ധാമയോടും ആശ്രയത്തിനാണ് ചേർന്ന് ഈ ബലി നമുക്ക് അർപ്പിക്കാം. ഈ ബലി നാം അർപ്പിക്കുമ്പോൾ നിങ്ങളവയെ പരിശുദ്ധിയോടെ വിശുദ്ധി അർപ്പിക്കാം. പാവങ്ങളോ തെറ്റുകളോ ബലഹീനതകളോ നാം അപേക്ഷിക്കും. പക്ഷെ പറയുന്നത് നല്ല ഹൃദയമാണ് നന്മകളുണ്ടാകും, നല്ല വൃക്ഷമാണ് നല്ല ഫലങ്ങളുണ്ടാകും. ചീത്ത വൃക്ഷം ചീത്ത ഹൃദയം എല്ലാം തിന്മയിലേക്ക് പോകും. നല്ലവരായി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വലിയ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. കുറവുകൾ ബലഹീനതകളൊക്കെ ഉണ്ട്, അതെല്ലാം ഈശോയുടെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങനെ പരിശുദ്ധമായ ഹൃദയം പോലെ എല്ലാവർക്കും നന്മ ചെയ്യുന്ന മകനായി മകളായി തീരുവാൻ ഈ ബലിയെ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ഈ ബലി അർപ്പിക്കും. പ്രത്യേകിച്ച് ഇന്ന് വിവാഹം ആഘോഷിക്കുന്ന ജെറോം ജോസഫ് എന്താ അവരോട് പ്രാർത്ഥിക്കും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന സന്തോഷത്തോട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മരണത്തിന് മരിക്കുന്ന KC ആന്റണി കാട്ടുപുറത്തിന് വേണ്ടി, അതുപോലെ ദാനിയേൽ ഓസോ മറിയം കൊച്ചവൃത് സമയത്ത് വിരോണി ദേവസ്വകുടി പത്രോസ് മങ്ങാട്ട് ഫ്രാൻസിസ് മടവണ ഫ്രാൻസിസ്, അതുപോലെ ജോസഫ് മേരി പാപ്പി റോയി ജോൺസൺ രാമസ്വാമിക്ക് വേണ്ടി മലയാളി എല്ലാവരെയും ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ ദിവസം പ്രാർത്ഥന സമയം ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രത്യേകമാണ് ബെനഡിക്റ്റ് കുടുംബത്തെ ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ കുടുംബങ്ങളോടും ചേർത്ത് അതുപോലെ ആകാശ പ്രത്യേകം ഷൈന ജോജലിമിന പാമാശ്രീ ആരി സന്ധ്യയും 5 കുടുംബാംഗങ്ങൾ ദിവ്യ സാമ്പറ്റാനിയപ്പോൾ പ്രത്യേകമാണ് ജോസഫ് സാനി ശോഭനമണി ബേസൽ ബെഞ്ചമിൻ മോളി അശോക് ആന്റണി തുളസി ആന്റണി കാസർ ബീന മൊയ്ബിൻ അമയ്യ അനിയറ്റ കെവിൻ അനീന അഗസ്റ്റിൻ ലൂസി കുടുംബം അച്ഛനിഷ ജമാക്കി സുബി ജോർജ് സസർ കുടുംബം ജോൺ തിരുമോഹൻ നവി സന സന്ദീപ് വിമൻ സുജായി ശിൽഷ ചോപ്പനില ആഷ്ലി ലോറൻസ് നിക്സൺ ജോർജ് പെനിയ ജോർജ് മിഗനോന ഇനിയോമ ജോർജ് ആദി പ്ലീസ് ജോൺ ജോസഫ് മോളി ജോർജ് യുനോ ജോസഫ് ക്ലാരിസ് പ്രീച്ചസ് ഇവർക്ക് വേണ്ടി നിയോഗങ്ങൾ ഇന്ന ദിവസം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന പ്രത്യേകിച്ച് ബേബി സിൽഡ മറ്റെല്ലാവരും വലിയ സമർപ്പിക്കാം. കരങ്ങൾക്കൊപ്പം പാവങ്ങൾ തെറ്റുകൾ ബലഹീനതകളെല്ലാം ഏറ്റുമെല്ലാം സർവശക്തനായ ദൈവത്തോടും സഹോദരനെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എൻ്റെ വിചാരത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാണ് ഞാൻ വളരെയധികം പാപം ചെയ്തു. എൻ്റെ വലിയ ആകെയാണ് എതിരെയായ പ്രസിദ്ധമറിയുന്നു. എല്ലാ സഹോദരനെ നിങ്ങളോട് ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം കഴിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുവാനാകട്ടെ. മനസ്സിനെ ശരീരത്തിലേക്ക് ശാശ്വതമായ ആരോഗ്യത്തെ അങ്ങേ മക്കളായ ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ പ്രസിദ്ധീകാവലയത്തിലെ മഹനീയ
ആത്മീയമായ ബാധ്യസം ഞങ്ങൾക്ക് നൽകി. ഈ കാലങ്ങളിലെ വിഷമതകളിൽ നിർത്താൻ നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 4 ലേഖനത്തിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയകലുവിൽ വിവേകമതികളാകുന്ന പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ ഇരിക്കുകയും നാം ആസ്വദിക്കുന്ന അനുഗ്രഹത്തിന്റെ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിലെ ഭാഗഭാഗിത്വമല്ലേ? നാം കുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ. ബലിവസ്തുക്കൾ പശുവിക്കുന്നവർക്കല്ല ബലിപീഠത്തിലെ ഭാഗഭാഗിത്വം. വിഗ്രഹത്തിനും സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെയോ എന്തെങ്കിലും ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതിയർ ബലിയർപ്പിക്കുന്നതും പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചുക്കളുടെ പങ്കാളികളാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിന്റെ പാനപാത്രം പിശാചുക്കളുടെ പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗഭാക്കുകളാകാനും സാധിക്കുകയില്ല. കർത്താവിൽ നാം അസൂയ പുലർത്തണമോ? നാം അവിടത്തേക്കാൾ ശക്തരാണ്. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. ഞാൻ കർത്താവിനെ കൃതജ്ഞതാബലി അർപ്പിക്കും. കർത്താവ് എന്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുത്തു? ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. ഞാൻ കർത്താവിനെ കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. അവിടുത്തെ ജനത്തിന്റെ മുമ്പിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും. ഞാൻ കർത്താവിനെ കൃതജ്ഞതാബലി അർപ്പിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞാൻ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. യേശുവിന്റെ ശിഷ്യന്മാരുടെ ചെയ്തു നല്ല വൃക്ഷം ചീത്ത ഫലങ്ങൾ പ്രകടിപ്പിക്കുന്നു, ചീത്ത വൃക്ഷം നല്ല ഫലങ്ങൾ. ഓരോ വൃക്ഷവും ഫലങ്ങൾ മനസ്സിലാക്കുന്നത് മുളിച്ചെടിയിൽ നിന്നും അത്തിപ്പഴം, ഞെരിഞ്ഞിൽ നിന്നും മുന്തിരിപ്പഴം ലഭിക്കുന്നില്ല. നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ നല്ല വിഷയത്തിൽ നിന്ന് നന്മ പ്രകടിപ്പിക്കുന്നു, ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പ്രകടിപ്പിക്കുന്നു. ഹൃദയത്തിന്റെ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കർത്താവെ ലഭിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവരും എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ വ്യക്തമാണ്. ആഴത്തിൽ കുഴി വിളിച്ച് പാറമേൽ വിശ്രാമിട്ട് വീട് പണ്ട മനുഷ്യൻ സദൃശ്യനാണ്. വെള്ളപ്പൊക്കമുണ്ടാകുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീട് നിലക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് ബലിഷ്ഠമായി പോയിട്ടുണ്ട്. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തലമേൽ വീട് പണിത മനുഷ്യരുടെ ജലപ്രവാഹം ആഞ്ഞടിച്ചു, അത് ഉടനെ നിലപതിച്ചു. അവിടെ തകർച്ചകളായിരുന്നു. കർത്താവിന്റെ സുവിശേഷം. Stay alive.
സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുന്നതിനേക്കും നമ്മുടെ അഭ്യർത്ഥനയ്ക്കുമായി അങ്ങേക്കടമ്പരെ സ്നേഹിക്കുകയാണ്. കർത്താവേ, അങ്ങേ പുത്രന്റെ മാതാവിന്റെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ പ്രാർത്ഥിക്കണം. ഈ ദിവസം അങ്ങേ കൃപാവശത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായി കാണിക്കുകയും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളവേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവെ, പരിശുദ്ധനായ സർവശക്തരമായ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും. പരിശുദ്ധാത്മാവിന്റെ പ്രതിഫലത്താൽ അങ്ങേ ജാതനായ പരിശുദ്ധ മാതാവ് ജന്മത്തിലേക്ക് കന്യാത്വത്തിന്റെ മഹത്വത്തിൽ നിലനിൽക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവാകുന്ന നിത്യപ്രകാശത്തെ ലോകത്തിലേക്ക് നൽകിയ അങ്ങേ എല്ലാ സകല വിശ്രമം ചേർന്ന് എളിമയോടെ ഞങ്ങൾ ആരംഭിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമാണ് സത്യമാണ് പരിശുദ്ധം ആകിയ അങ്ങേ ആത്മാവായ മഞ്ഞുകടന്ന് ഈ കാണിക്കുന്നത് പവിത്രമാണ്. അങ്ങനെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനം അവിടെ നെറ്റുകൊടുക്കുന്ന രാത്രിയിൽ പാവനമാം തൃക്കരകളിൽ അപ്പുറത്ത് പിതാവായ അങ്ങേക്ക് കൃതപ്രകാശം വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. പരിശുദ്ധ വീണ്ടും അങ്ങേക്ക് കൃതപ്രകാശം വെച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും വാങ്ങി എന്നാൽ നിങ്ങൾക്ക് വേണ്ടി അനേകം പാവമോചനത്തിന് ചിന്തപ്പെടാതിരിക്കുന്നത് എൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ഫലമാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പരിശുദ്ധ വിശ്വാസത്തിന്റെ രഹസ്യം കർത്താവേ, അങ്ങേ അവിടുത്തെ മരണവും വിയർപ്പുമാണ്. അങ്ങേ തിരുകൊണ്ട് നിൽക്കുക, അങ്ങേ സ്നേഹിക്കുക. ഈ എളിയവരും ഭാവികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തരാൻ ജീവന്റെ അപ്പം രക്ഷയുടെ ഭാഗമാക്കും ഞങ്ങൾ ഈ കർപ്പിക്കും. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെല്ലാവരെയും പരിശുദ്ധാത്മാവിൽ കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയാമോ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായും എല്ലാ കർദിനാളുമാർക്കും ഞങ്ങളെ അധ്യക്ഷനായ ജോസഫ് പിതാവിനും മറ്റെല്ലാ പിതാക്കന്മാർ, വൈദിക സന്യാസികൾ, അന്മാരുടെ സഭയിൽ സ്നേഹത്തിന് പൂർണ്ണതയും ദൈവയും ഭൂമിയിലും ആഘോഷിച്ചു. ഞങ്ങളുടെ കുടുംബത്തെ പരിശോധിക്കുന്ന സ്വർഗ സൗഭാഗ്യം നൽകുന്നു. ജന്മദിനം സന്തോഷിക്കും. വിവാഹ വാർഷികത ആഘോഷിക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച്
ലത ജോസഫിനെയും ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അവസരത്തിലേക്ക് SI ആന്റണി കാട്ടുപുറത്തിനെയും പ്രത്യേകമായി ബെനഡിക്റ്റ് കുടുംബത്തെയും എല്ലാവരെയും ദൈവമാതാവെ സന്നിധിക്കാവുന്ന ആ കന്യയുടെ ഭർത്താവ് സർവത്രിക സ്വർഗീയ മധ്യസ്ഥമായ അവസരത്തിനാണ് അവസരങ്ങളോട് എല്ലാ വിശുദ്ധരങ്ങളും പങ്കുചേരുക. ഞങ്ങളെ വേണ്ടി കാര്യങ്ങൾക്കൊപ്പം ദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവായ പരിശുദ്ധാത്മാവുമായ ദൈവത്തെ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. ഒരു വിശേഷം പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് വെച്ചുവല്ല. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഭാഗ്യം, അങ്ങയുടെ രാജ്യം വരേണ്ട, അങ്ങയുടെ മനസ്സ് സ്രോതരെയും പോലെ ഭാഗ്യം, അങ്ങയുടെ ആഹാരം ഞങ്ങൾ തെറ്റുകയാണ്, ഞങ്ങൾ ശ്രമിക്കുന്നത്, ഞങ്ങളെ തെറ്റുകൾ ശ്രമിക്കുന്നത്, ഞങ്ങളെ പ്രാർത്ഥന രക്ഷിക്കുന്നത്. കഥാവില്ലാ തിന്മകൾ ഞങ്ങൾ ഇതരങ്ങളിൽ ഞങ്ങൾക്കെല്ലാം സമാധാനമുണ്ട്. അനുഗ്രഹപരമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനെ ആഗമന പ്രതീക്ഷിക്കുന്നു. അങ്ങേ കണ്ടൻസറായത് ഞങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു. ഞങ്ങളെപ്പോഴും പാപങ്ങൾ മുതലാക്കി എല്ലാ വിപത്തുകളും സുരക്ഷിതരാകുകയും ചെയ്യുന്നതാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുവേ അങ്ങ് അപ്പോസ്തലനായ ഞങ്ങളെ പാപങ്ങളിൽ പിടിക്കുക. അങ്ങേ സഭയുടെ വിശ്വാസങ്ങൾ കാത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് ക്രിസ്തുവിന്റെ സമാധാനം ഐക്യം എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം കർത്താവ് സമാധാനം ആശംസിക്കും. ദിവ്യ കുഞ്ഞാനെ ക്ഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന്റെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. സങ്കടത്താൽ
പരിശുദ്ധ അമ്മയുടെ മാതൃകയും ഞങ്ങളെ കർത്താവിന്റെ രസപൂർത്തിയായിരിക്കാൻ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് സർവശക്തനായ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു. തന്റെ സർവ്വസമ്മതങ്ങളെ സംരക്ഷിച്ചു. വിശ്വവിശ്വര വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളുടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവ്, ദൈവജനനയുടെ വിരക്തപ്രതാവായ യേശുവിനാണ് കുടുംബങ്ങൾ സംരക്ഷകൻ തൊഴിലാളികളുടെ മാതൃകയും നന്മ മധ്യസ്ഥമായി അങ്ങ് തിരുസഭയ്ക്ക് നൽകുകയും ഈ വിശുദ്ധന്റെ യോഗ്യതകൾ ഞങ്ങളിലെ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് ദൈവം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു. അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അവിടെ എല്ലാ യോഗം സമർപ്പിച്ച് ഏറ്റവും ഒരിക്കലും കൈവിടില്ല ഞങ്ങൾ അറിയാം. അങ്ങനെ സരളം ആശ്രയം ആയിരിക്കും. ഞങ്ങളുടെ ആത്മീയവും ശാരീരികമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യവും വിശിഷ്യ ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്നു. പ്രത്യേക കാര്യങ്ങൾ നോക്കിക്കാണൽ വെച്ച് ഒരാവശ്യം ഈശോയുടെ അങ്ങേ വല്ലഭമായ ആദ്യമായി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടിയുണ്ട് അങ്ങേ പ്രാർത്ഥന ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളെ മാതൃകയായ എല്ലാവിധ വിപത്തുകളും ഞങ്ങളെല്ലാവരെയും ആകർഷിക്കുന്നു. ഞങ്ങളുടെ നിരവധി
Ah
ആയിരം മലമുകളിൽ